ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. റീഗൽ ആക്മി കോളേജിലെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NAOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത്. തൊട്ട് മുമ്പേ 5 ചാപ്റ്റേഴ്സോളം നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ 12 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഇത് എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യമായി നമുക്ക് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബംഗാളിന്റെ കവി എന്നറിയപ്പെടുന്ന ഒരു മഹാനായ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ റൈറ്റർ, ഫിലോസഫർ, പെയിന്റർ എന്നീ നിലകളിൽ പ്രശസ്തനായ ഒരു കലാകാരനാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹം ബാർഡ് ഓഫ് ബംഗാൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം 1912 ഗീതാഞ്ജലി എഴുതുകയും 1913 അദ്ദേഹത്തിന് അതിന് പ്രൈസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ആരാണ്? നമ്മൾ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആദ്യമായി നോബൽ പ്രൈസ് ജേതാവെന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രൈസിന് അർഹയാക്കിയ കൃതി എന്ന് പറയുന്ന ഗീതാഞ്ജലിയാണ്. അപ്പോൾ 1913 നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് നമ്മുടെ നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ആ ഒരു കവിതയാണെന്ന് ഗീതാഞ്ജലി. അതിൽ 100ഓളം വോളിയം അതിൽ തന്നെയുണ്ട്. അതിലെ 35ാമത്തെ വോളിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കണമല്ലോ. കൂടാതെ നമ്മുടെ കവി ഗുരു എന്നറിയപ്പെടുന്നു, അതേപോലെ വിശ്വകവി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാനായ ഒരു ബംഗാളി റൈറ്ററാണ്, നമ്മുടെ ഇന്ത്യൻ റൈറ്ററാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. അതേപോലെ വിശ്വഭാരതി സർവകലാശാലയുടെ അതിന്റെ ഫൗണ്ടേഷൻ കൂടിയാണ് ആര്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണ് കുറച്ച് കാര്യം നമ്മളിപ്പോ പറഞ്ഞത്. He is a legendary Bengali poet, novelist and painter and എന്താണ് ലാസ്റ്റ് ഈസ് ഫിലോസഫർ. He was referred as a Kavi Guru or Vishwakavi. The poem Where is the Mind is Without Fear is one of the Tagore's most important popular works in his life. Is written by the British ruled in our country. Okay, നമ്മുടെ ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു 1913 എഴുതിയ ജ്ഞാനപീഠം ലഭിച്ച ഒരു കവിതയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടാഗോർ എഴുതിയതാണ്. അതിൽ ഈ കവിതയിൽ പരാമർശിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു പ്രാർത്ഥനാ ഗീതം പോലെയാണ് കവി നമുക്ക് ഈ ഒരു പാഠം എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാല് ഈ ഒരു കവിത എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും അതിന്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ടാഗോറിന്റെ മനസ്സിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ കവിതയിലോട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുമ്പോഴത്തേക്ക് ഏറ്റവും ബൃഹത്തായ ഒരു നമ്മുടെ കവിത എന്നതിലുപരി ഇതിൽ നമ്മുടെ മനുഷ്യ മൂല്യങ്ങളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എത്രത്തോളം മനുഷ്യന് ആവശ്യമുണ്ട് എന്നതുകൂടെ നമുക്കിതിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ട് കവി ഇതിൽ പറയുന്ന ആദ്യത്തെ ഒരു ലൈനിൽ പറയുന്നത് വേർ ദ മൈൻഡ് വിത്തൗട്ട് ഫിയർ ആൻഡ് ഇറ്റ് ഈസ് ഹെൽഡ് ഹൈ എന്ന് വെച്ചാല് ആദ്യത്തെ ലൈൻ തന്നെ കുറച്ച് ലൈൻസ് അതിലുള്ളെങ്കിൽ ഓരോ ലൈൻസ് അല്ലെങ്കിൽ 2 ലൈൻസിന്റെ അർത്ഥം കഠിനമായ ഒരു സംഭവമാണ്. എന്ന് വെച്ചാല് ഈ ഒരു ആദ്യത്തെ ലൈനിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഫിയർ വിത്ത് ഹെഡ് ഹെൽഡ് ഓഫ് എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യനെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുകയാണ് അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനുഷ്യൻ എന്താണ് അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചിരുന്ന ആ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മൾ എന്താണ് അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം തരണേ അല്ലെങ്കിൽ ആ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു ശാശ്വത പരിഹാരം നൽകണേ എന്നതുകൂടെ കവി ആദ്യത്തെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു സന്ദേശം കൂടെ കൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ലൈനിൽ അതായത് പറയുന്നത് നോളജിനെ കുറിച്ചാണ്. വേർ നോളജ് ഈസ് ഫിയർ. നമുക്ക് ഒരിക്കലും പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പല ബ്രിട്ടീഷുകാരുടെ അവിടുത്തെ സ്കൂളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ, അതേപോലെ ഉന്നത മതക്കാരിലെ ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ടാഗോർ പറയും നമ്മുടെ വിദ്യാഭ്യാസം അറിവെന്നത് ഉയർന്ന തലത്തിലോട്ട് മാത്രമല്ല താഴെയുള്ള ജനങ്ങൾക്കും, അതായത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ആവശ്യമാണ്. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്താണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതാണ്. അല്ലാതെ കാശ് വാങ്ങി വിദ്യാഭ്യാസം നടത്തരുത്. ഫ്രീ ആയിട്ട് ഉന്നത കുല ജാതനെന്നോ താഴ്ന്ന ജാതിയിലുള്ള ആളായിട്ട് നമുക്ക് എന്താണ് ആ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് അദ്ദേഹം ആദ്യമായിട്ട് രണ്ടാമത്തെ ലൈനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ലൈനിൽ എന്താ പറഞ്ഞ വേർ നോളജ് ഈസ് ഫ്രീ അല്ലെ, തടസ്സമില്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് നോളജ് കിട്ടണം. ആദ്യത്തെ എന്താണ് അടിമത്തം അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾക്കെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം വേണം. രണ്ടാമത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ് ടു ഫ്രാഗ്മെന്റ്സ് ബൈ നേരോ ഡൊമസ്റ്റിക് വാൾസ്. എന്താണ് അതിൽ പറയുന്ന നേരോ ഡൊമസ്റ്റിക് വാൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ഭാഗത്തുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ പല ജാതിക്കാരുണ്ടാവും അല്ലെ, റിലീജിയൻസ് പലതായിരിക്കും, കാസ്റ്റ്, അതേപോലെ സൂപ്പർസ്റ്റിഷ്യൻസ്, അന്ധവിശ്വാസങ്ങളെ കൊണ്ട് ആചാരങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള മേഖലകൾ പെട്ട നമ്മുടെ ആൾക്കാരാണ് ഇന്ന് കാണുന്നത്. അപ്പോ ഈ ആൾക്കാർ, അതായത് പല രീതിയിലുള്ള ജനങ്ങൾക്ക് എന്താണ് അത് പാടില്ല. ഇവരെല്ലാവരും എന്ത് ചെയ്യണം? ഒരുമിച്ച് ഒരുമയോട് കൂടെ പ്രവർത്തിക്കണമെന്ന് നമ്മുടെ കവി പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? അടിച്ചമർത്ത സൂപ്പർസ്റ്റിഷ്യൻസിനാവട്ടെ, അന്ധവിശ്വാസങ്ങളും, പിന്നെ റീജിയൻ, കാസ്റ്റ്, പണക്കാരൻ, പാവപ്പെട്ടവൻ എന്ന് പറയുന്ന വിമോചനം നമുക്ക് നമ്മുടെ എന്താണ് ആ ഒരു വ്യത്യാസം അല്ല, ഡിഫറൻസ് നമുക്ക് എന്താണ് വരുത്തരുത് എന്നും അതിനെതിരായിട്ട് ആരും തന്നെ അങ്ങനെ ആരും അതിനോട്ട് കരുതരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അടിമകളെ പോലെ അടിച്ചമർത്തി നമ്മൾ ജീവിക്കരുത്. അതേപോലെ വിദ്യാഭ്യാസം, നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഇമ്പോർട്ടൻസ്, സ്വാതന്ത്ര്യം നമുക്ക് വേണം. പിന്നെ അതുപോലെ എന്താണ് എല്ലാ മതവിഭാഗങ്ങൾക്കും നമുക്ക് ജാതി മതഭേദമന്യേ നമുക്ക് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം വേണം. എല്ലാവരും ഒരുമയോടുകൂടി എന്താണ് ജീവിക്കണം, അല്ലെങ്കിൽ ഒരുമയോട് കൂടി നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നമാണ് അങ്ങനെ ഒരു ജീവിതം കാണണമെന്നും കവി ഇതിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു കാലത്ത് നമുക്ക് ഒരു ജനങ്ങളാവട്ടെ, ജനസമൂഹങ്ങളാവട്ടെ, ഒരുമയുടെ ഡെപ്ത് ഓഫ് ട്രൂത്ത്, ഒരിക്കലും കള്ളം പറയരുത്. അത്രത്തോളം കള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം പറയണമെങ്കിൽ എന്ത് ചെയ്യുക? സത്യസന്ധമായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുക? പെരുമാറുക. കൂടാതെ എന്താണ് ഒരുമയോട് കൂടെയും സത്യസന്ധതയോട് കൂടെയും ജനങ്ങൾ പെരുമാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വാതന്ത്ര്യത്തിൽ പരം ഒരു ആനന്ദം ഇല്ല എന്നും അദ്ദേഹം കൂടിച്ചേർക്കുന്നു. അപ്പൊ എന്താണ് സത്യസന്ധതയ്ക്ക് അവിടെ നല്ല പോലെ പ്രാധാന്യം കൊടുക്കണമെന്നും അദ്ദേഹം ഇതിനെ പറയുന്നുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഇമേജിനനുസരിച്ച്, അതായത് അദ്ദേഹം പ്രാർത്ഥനാ ഗീതം പോലെ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും, ഇതെല്ലാം ഉണ്ടായിരിക്കണം. കൂടാതെ അദ്ദേഹത്തിന്റെ ഇമേജിനേഷൻ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കവിതയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം വേണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമേജിനേഷൻ കൂടെയാണ് ഈ ഒരു പൊയറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കൂടാതെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ, അതായത് നമുക്ക് ലേസി അല്ലെ, മടിയാണ് മിക്കവർക്കും, ലേസിനെസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ലേസിനെസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നമുക്ക് പരിശ്രമത്തിന് കാര്യം അല്ലെ, നമ്മള് ടയേർഡ് ആവാതെ, അതായത് നമ്മൾ ഒരിക്കലും ക്ഷീണിക്കാതെ നമുക്ക് വേണ്ടി അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്താ ചെയ്യണം? ശ്രമിക്കണമെന്നും കവി ആഹ്വാനം ചെയ്യുന്നു. അതായത് എന്താണ്? നമുക്ക് വേണ്ടിയിട്ട് ലേസി ആവാൻ പാടില്ല, അതിനു വേണ്ടിയിട്ട് ലേസി ആവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആജീവനാന്തം നമുക്ക് അത് കിട്ടാൻ വേണ്ടി, ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കണമെന്നും കവി പറയുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് കുറച്ച് ലൈൻസിൽ പറയുന്നത്, നമുക്കിതെല്ലാം ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? ഒരു നല്ലൊരു മനസ്സാണ് ആവശ്യം അല്ലെ. അപ്പൊ ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. നമുക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, ഇതിനെല്ലാം പെരുമാറേണ്ട മനസ്സ്, അതായത് നമുക്ക് ഒരാളെ അടിച്ചമർത്താതെ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിപ്പിക്കണം, അല്ല ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല, കള്ളത്തനം ചെയ്യാൻ പാടില്ല, വിവേചനങ്ങളൊന്നും പാടില്ല. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്താണ്? അലസമായിട്ട്, അതായത് ലേസി ആയിട്ട് നമുക്ക് പണിയെടുക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം വരണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രത്തോളം എന്തായിരിക്കണം? നല്ല ക്ലിയർ ആയിരിക്കണം. അതായത് നമ്മൾ എപ്പോഴും നല്ല തലമുറയിലെ തിങ്കിക്കണം, നല്ല ലോജിക്കൽ, യുക്തിപരമായ കാര്യങ്ങൾ ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയോ. വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ there into ever winding thought and action into that heaven unfreed. അതാണ് നമ്മൾ പറഞ്ഞത്. അവസാനം ആ ഒരു കവി പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം സ്വർഗതുല്യമാണ്. സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ് എന്ന് കവി ലാസ്റ്റില് കൂട്ടിച്ചേർക്കാൻ കൂടി മറക്കുന്നില്ല. മനസ്സിലായി? അപ്പോ ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനാ ഗീതം മാത്രമല്ല, ടാഗോർ ഇത് പ്രസൻസ് ചെയ്യുന്നത് ഹിസ് വിഷൻസ് ആൻഡ് ഇമേജിനേഷൻ ആണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ഇമേജിനേഷനും കൂടെയാണ്. എന്തിനാണ്? ഒരു ബെറ്റർ ഫ്യൂച്ചറിലോട്ട്
വിത്ത് മോർ ഫ്രീഡം അല്ലെ, കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടെയും അതേപോലെ ബെറ്റർ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയിൽ പൊളിറ്റിക്സ് ആയിട്ട്, സോഷ്യൽ ആയിക്കോട്ടെ, അതേപോലെ പേഴ്സണൽ ലൈഫ് ആയിട്ട്, അതിലെല്ലാത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഇമാജിനേഷൻ കൂടിയാണ് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലോട്ട് ഇതെല്ലാം വേണം. എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് അദ്ദേഹം ആദ്യം ആവശ്യപ്പെടുന്നത്? നമുക്ക് അടിച്ചമർത്തലുകൾക്കെതിരായിട്ട് നമ്മൾ നീങ്ങണം. പിന്നെ നമുക്ക് വിദ്യാഭ്യാസം, അതായത് ഒരു ഒരു ഉന്നത കുല ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ പാടില്ലാതെ നമുക്ക് എന്ത് വേണം, വിദ്യാഭ്യാസം വേണം. പിന്നെ അടുത്തെന്താണ് നമ്മൾ അടുത്ത് പറയുന്നത്, ഒരുമ വേണം അല്ലെ, അതായത് വ്യത്യസ്ത ജാതിയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ, വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരാണ്, അതേപോലെ അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷ്യൻസ്, അതൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് പാടില്ല, എല്ലാവരും ഒരുമയോടുകൂടെ നിൽക്കണം. അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ ഒരു ഫ്രീഡത്തോടുള്ള ഒരു രാജ്യം വരാൻ വേണ്ടിയിട്ട് നമുക്ക് മടിയെല്ലാം മാറ്റിവെച്ച് പരിശ്രമത്തിലൂടെ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഈ കവിതയിൽ നമുക്ക് പറയുന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ രവീന്ദ്രനാഥ ടാഗോർ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹി ഈസ് എ ലെജൻഡറി ബംഗാളി പോയിറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഫിലോസഫർ, പെയിന്റർ എക്സെട്ര, ഒത്തിരി വിശേഷണങ്ങളുള്ള ഒരു ഇന്ത്യൻ റൈറ്റർ, നമ്മുടെ ബംഗാളി റൈറ്റർ കൂടെയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയട്ടെ. ഒരിക്കൽ കൂടെ ഓർമ്മയിൽ വെച്ചിരിക്കുക, ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനമായ ഒരു നല്ലൊരു കലാകാരൻ അല്ലെങ്കിൽ കവിയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വേറെ രണ്ട് പേരുകൾ എന്തൊക്കെയാണ്? കവിഗുരു അല്ലെങ്കിൽ വിശ്വകവി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു അല്ലെ, അങ്ങനെ അറിയപ്പെടുന്നു. അദ്ദേഹം ഈ ഇതിൽ പറയണ എന്താണ്, ടാഗോർ നമ്മുടെ ബ്രിട്ടീഷ് റൂളിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അദ്ദേഹം ഈ ഗീതാഞ്ജലി എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ആ ചാപ്റ്റർ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളിൽ നിന്നും മുക്തി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ വിഷൻ, ഇമാജിനേഷൻസ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഇമ്പോർട്ടന്റ് 2-3 ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, why has the word tiredness has been used to describe striving? എന്താണ്? ഒരിക്കൽ കൂടെ നോക്കിയോ, why has the word tiredness has used to describe striving? എന്താണ്? പരിശ്രമത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ ടയർഡ്നെസ് എന്ന പദം എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ പറയുന്നത്, നമുക്ക് ആജീവനാന്ത പരിശ്രമം എന്നത് കൊണ്ട് എന്താണ്, നമ്മൾ പരിശ്രമിക്കുക എന്ന് വെച്ചാൽ ശ്രമിക്കുക, നമ്മുടെ ശ്രമകരമായ ഒരു ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശ്രമിച്ചേ കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ വിശേഷിപ്പിക്കുക, അതായത് ആ പരിശ്രമത്തെ വിശേഷിപ്പിക്കാൻ ടയർഡ്നെസ് എന്ന വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ പരിശ്രമിക്കാൻ വിജയിക്കും, പക്ഷെ ആ ഒരു വർക്ക് എന്തിനു വേണ്ടിയാണ് ടയർഡ്നെസ് എന്നതിൽ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നാണ് കവിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ. അതിനർത്ഥം, പെർഫെക്ഷൻ ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് എൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് സംതിങ് ടുവേർഡ്സ് വിച്ച് വി വർക്സ് incessantly by never achieve completely. Hence the striving to try to reach it is continuous process in which one cannot afford to get tired. മനസ്സിലായോ? അതെന്താണ് പറയുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരിശ്രമത്തെ വിശേഷിപ്പിക്കാൻ ടയർഡ്നെസ് എന്ന പദം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ പറയുന്നതാണ്, പെർഫെക്ഷൻ ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് എൻഡ് പോയിന്റ്. എന്താണ്? ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, അവസാനമല്ല, അന്തിമ ബിന്ദു അല്ല. എന്ന് വെച്ചാൽ എന്താണ് പെർഫെക്ഷൻ? നമുക്ക് ഒരു കാര്യം പെർഫെക്റ്റ് ചെയ്തു എന്നത് പറയുന്ന ഒരു അന്തിമ ബിന്ദു അല്ല അല്ലെ? അതിലൊന്നും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് അതിനെക്കാട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ഒരിക്കലും എന്തല്ല, ഒരു എൻഡ് പോയിന്റ് അല്ല. അതായത് പെർഫെക്ഷൻ ഈസ് നോട്ട് ദി അബ്സല്യൂട്ട് എൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് സംതിങ് ടുവേർഡ്സ് വിച്ച് വി വർക്സ് incessantly by never achieve completely. നമ്മൾ എപ്പോഴും നമ്മൾ ഇടതടവില്ലാതെ ശ്രമിച്ചു കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? പെർഫെക്ഷന് കിട്ടാൻ വേണ്ടിയിട്ട് ഇടതടവില്ലാതെ എന്ത് ചെയ്യുക? incessantly എന്ന് അതിൽ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇടതടവില്ലാതെ എന്ത് ചെയ്യുക? പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. The striving to try to reach it is a continuous process in which one cannot afford to get tired. ഈ പരിശ്രമം നമുക്ക് വരുംതോറും അതിൽ നമുക്ക് ഒരാൾക്ക് ഒരിക്കലും തളരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഒരിക്കലും ടയർഡ്നെസ് എന്ന വാക്ക് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും തോറും നമുക്ക് എന്താണ്, ഒരിക്കലും ആ പരിശ്രമം എന്ന് വെച്ചാൽ പെർഫെക്ഷന് വേണ്ടി നമ്മൾ അങ്ങ് അറ്റം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോ ആ ഒരു പരിശ്രമത്തെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്,
ടയർലെസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരിക്കലും അതൊരു എൻഡ് പോയിന്റ് അല്ല. അങ്ങനെ ഒരു വാക്കില്ല. അത് നമുക്ക് ഒരാൾക്ക് ഒരിക്കലും തളരാൻ കഴിയില്ല എന്നാണ് ആ ക്വസ്റ്റ്യന് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കൂ. വാട്ട് ആർ വി സ്ട്രൈവിംഗ് ഫോർ? നമ്മൾ എന്തിനാണ്, സ്ട്രൈവിംഗ് മീൻസ് എന്താണ്, പരിശ്രമം അല്ലെ. നമ്മൾ എന്തിനാണ് പരിശ്രമിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടയർലെസ് എന്താ വേണം, പരിശ്രമം കൊണ്ടെന്നാണ്. പക്ഷെ എന്തിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, എന്താണ് ആ ക്വസ്റ്റ്യൻസ്? എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ വി സ്ട്രൈവിംഗ് ഫോർ? ആൻഡ് ആൻസർ, വി ആർ സ്ട്രൈവിംഗ് ഫോർ ദ പെർഫെക്ഷൻ ഇൻ inner beings to realize our true selfness, which is an essential prerequisite in shaping our destinies and climbing independence and liberations. എന്താണ്? നമ്മുടെ വിധികളെ രൂപപ്പെടുത്തുന്നതിനും അതേപോലെ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിന് അവകാശപ്പെടുന്നതിനും ആവശ്യമായ മുൻവിധികളെ, മുൻവ്യവസ്ഥകളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് പറയുന്നത്? നമ്മൾ പരിശ്രമിക്കുന്ന എന്താ? നമ്മുടെ വിധികളെ രൂപപ്പെടുത്തുന്നത്. നമുക്ക് ഒരു എയിം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ഒരു എയിം എക്സാമ്പിൾ ആയിട്ട് വയ്ക്കുക. നമുക്ക് സ്വാതന്ത്ര്യം നേടണം, അതിനുവേണ്ടി നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്? ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ വേർഡിലോട്ട് എത്താൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് വേറെ വിധികൾ രൂപപ്പെടുത്താൻ പറ്റും. നമുക്ക് ഇന്ന ദിവസം സ്വാതന്ത്ര്യം കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്വാതന്ത്ര്യം കിട്ടും, ഇത്ര പോയിന്റ് വരെ പോയാൽ സ്വാതന്ത്ര്യം കിട്ടും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്വാതന്ത്ര്യം അതും വിമോചനവും നമുക്ക് അവകാശപ്പെടുന്നത് വരെ, നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മുൻവ്യവസ്ഥകളും ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിശ്രമിക്കുന്നത്. അത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വയം നമുക്ക് ആ ഒരു വ്യക്തിത്വം തിരിച്ചറിയാൻ സഹായിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പരിശ്രമം തുടരുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പോഴത് ഞാൻ എക്സാമ്പിൾ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ അല്ലെങ്കിലും നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണം നിങ്ങൾ എടുത്താലും ഒരു വ്യക്തിത്വം തുടങ്ങുന്നതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു എന്താണ് അനാചാരങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയും അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള പൂർണ്ണമായ എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു നീക്കിയാൽ മാത്രമേ നമുക്കൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് അതിനൊരു മുൻവ്യവസ്ഥകളില്ലേ അല്ലെ? നമ്മുടെ മനുഷ്യന് ഒരേ കാര്യം, അതായത് ഇപ്പോ എനിക്ക് ഒരാളുടെ അടുത്ത് ദേഷ്യമുണ്ട് എന്ന് വെച്ചായിട്ട് ഞാൻ വിചാരിക്കണം എനിക്ക് മാറ്റണം എന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കണം നാളെ അത് മാറും എന്ന് വിചാരിച്ചാൽ മാറുമോ? ഒരിക്കലും ഇല്ല. നാളെ കഴിയുമ്പോൾ ചിലപ്പോൾ കൂടത്തേ ഉള്ളൂ. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ശ്രമിക്കണം അല്ലെ? ഒരു ദിവസം കൊണ്ടല്ല, നമ്മൾ ചിലപ്പോ ദിവസങ്ങൾ എടുക്കാം, ചിലപ്പോൾ ആഴ്ചകൾ എടുക്കാം, മാസങ്ങൾ എടുക്കാം, വർഷങ്ങൾ എടുക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചറിയണം, ഇതെല്ലാം ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്കത് ശ്രമിച്ചാൽ അത് തിരുത്താവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാവും. നമുക്ക് മുൻവിധികളൊന്നും നമ്മൾ പാടില്ല, നമ്മുടെ ഒരു വ്യക്തിയുടെ രൂപീകരണത്തിന് മുൻവിധികളൊന്നും പാടില്ല എന്ന് കൂടി എന്ത് പറയുന്നുണ്ട്? നമ്മുടെ കവി, അതായത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? വി ആർ സ്ട്രൈവിംഗ് ഫോർ ദ പെർഫെക്ഷൻ ഇൻ അവർ ഇന്നർ ബീയിങ്സ് ടു റിയലൈസ് our true selves, which is an essential prerequisite in shaping our destinies and claiming independent liberation. എന്താണ് അത് പറയുന്നത്? നമ്മുടെ മുൻവ്യവസ്ഥകളെയും ആന്തരിക വ്യക്തിത്വങ്ങളുടെയും, അതായത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയാൻ തുടങ്ങുന്ന ആ കഥകൾ വിധി രൂപപ്പെടുത്തുന്നതിലൊന്നും നമ്മൾ എന്ത് ചെയ്യല്ലേ? നമ്മൾ ഇതിനെ മുൻവ്യവസ്ഥകളൊന്നും ഇല്ലാതെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിലോട്ട് ഇറങ്ങിച്ചെല്ലാമെന്നും കവി പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, why is reason compared with a clear stream? ഒരു യുക്തിയെ വ്യക്തമായ പ്രവാഹവുമായി താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് യുക്തിവാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ യുക്തിക്ക് അവിടെയല്ല, യുക്തിബോധം അല്ലെങ്കിൽ യുക്തിവാദം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു യുക്തിവാദം അല്ലെ? അപ്പൊ നമുക്ക് ഒരു ലോജിക്കായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു അതിനെന്തെങ്കിലും ഒരു വ്യക്തമായ ഒരു കാരണം വേണമല്ലോ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആണ്, യുക്തിയെ നമ്മുടെ റീസൺ എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയ ഒരു സ്ട്രീം ലഭിക്കുന്നത്? എന്താ താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട്? ഒരു യുക്തിയെ വ്യക്തമായ പ്രവാഹവുമായി അല്ലെങ്കിൽ യുക്തിയെ വ്യക്തമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്താണ് ലഭിക്കുന്നത് എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. ക്ലാരിഫൈ ഓഫ് ലോജിക്കൽ തോട്ട് ഈസ് കമ്പയർഡ് വിത്ത് എ ക്ലിയർ സ്ട്രീം. എന്താണ്? നമ്മളൊരു ലോജിക്കൽ തോട്ട്, അതായത് നമ്മുടെ യുക്തിപരമായ തോട്ട്, നമ്മുടെ ചിന്തകള് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ക്ലാരിഫൈ ചെയ്യണം അല്ലെ? ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ അതിന് വ്യക്തമായ ഒരു താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? നമ്മൾ അത് ലോജിക്കൽ തോട്ട്, നമ്മുടെ ലോജിക്കൽ തോട്ടിനെ
എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. എന്തായിട്ട്? എന്നാൽ മാത്രമേ വ്യക്തിപരം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലോജിക്കൽ തോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ സ്വാതന്ത്ര്യം തന്നെ എടുക്കൂ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലുള്ള മതവിവേചനം നമ്മൾ എടുക്കുന്നു. ആ ഒരു ലോജിക്കൽ ഇപ്പൊ എനിക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായ എന്റെ എന്ന് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ജാതി മതഭേദം എന്നെ എന്ത് ചെയ്യണം, നമുക്ക് അതെല്ലാം മാറ്റി തച്ചുടച്ചിട്ട് എന്റെ മനസ്സിൽ തോന്നുകയാണ് എനിക്ക് ഒരു നല്ലൊരു സ്വാതന്ത്ര്യപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കണമെന്ന് നോക്കിയാൽ നമ്മൾ എന്താണ്, കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ക്ലാരിഫൈ ചെയ്യണം? നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്ന കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ടാണോ എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ ആ സഹജമായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ക്ലിയർ ആയിട്ട് താരതമ്യം ചെയ്യാം. ഏതൊരു കാര്യമാവട്ടെ ക്ലിയർ ആയിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ലോജിക്കൽ യുക്തിപരമായ അല്ലെങ്കിൽ നമ്മുടെ യുക്തിശക്തിക്ക് നിരക്കുന്നതായ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് ക്ലാരിഫൈ ചെയ്യുക തന്നെ വേണം എന്നാണ് ഇതിലോട്ട് പറയുന്നത്. അടുത്ത് നോക്കൂ, വേർ ഹാസ് റീസൺ ലോസ് ഇറ്റ്സ് വേ. നമ്മൾ നേരത്തെ പറയുന്നു എവിടെയാണ് നമുക്ക് യുക്തി, എവിടെയാണ് നമുക്ക് വഴി തെറ്റിയത്, അല്ലെ? നമ്മൾ അങ്ങനെ വഴി തെറ്റിയത് കൊണ്ടാണ് നമ്മൾ എന്താണ് പല കാര്യങ്ങൾ നമുക്ക് നടക്കാതെ പോകണം. എവിടെയോ നമുക്ക് എവിടെ എന്തോ ചെറുതായിട്ട് ഒരു വഴി, യുക്തികരമായ കാര്യത്തിൽ നമുക്ക് എവിടെയാണ് വഴി തെറ്റിപ്പോയത്. റീസൺ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ അവർ മൈൻഡ്ലെസ് otherness to outdated customs, superstitious beliefs and cultural dogmas, which the poet metamorphoses as the dearly desert sand of dead habits. നോക്കിയോളൂ, നമുക്ക് വഴി എവിടെയാണ് തെറ്റിക്കുക, അതായത് നമുക്ക് ഒരു കസ്റ്റം ഉണ്ട് അല്ലെ, ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ ഏരിയ ബേസ് ചെയ്ത് ഓരോ കസ്റ്റംസ് ഉണ്ട്, അതുപോലെ സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അതിനോട് നമുക്ക് ആ ഒരു അനാചാരം നമുക്ക് അത് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു പിടിവാശിയും നമുക്ക് ഉണ്ട്. അപ്പോ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇപ്പൊ എനിക്ക് എന്റേതായ ഒരു നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്ന് വന്ന അതേ ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നമ്മൾ അത് ചിന്തിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തന്നെ നമ്മൾ എന്ത് കേട്ടാണ്, എനിക്ക് ആ ഒരു പിടിവാശി തന്നെ, ആ ഒരു ദുരാചാരം അല്ലെങ്കിൽ അനാചാരം അത് തന്നെ നമുക്ക് കൊണ്ടുപോകണം എന്താ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ. അപ്പോൾ അതിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ ഒരു സൂപ്പർസ്റ്റിഷ്യൻസ് പോകുമ്പോൾ, ആ പിടിവാശിയുടെ പോകുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, നമുക്ക് മുരടിച്ചിരിക്കുകയുള്ളൂ അതല്ലേ. നമുക്ക് പുതിയൊരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു സ്വാതന്ത്ര്യത്തോടുള്ള ഒരു തലമുറയെ കെട്ടിപ്പറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മുൻഗാമികൾ നമുക്ക് തന്നു ആ ഒരു ദുരാചാരം അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യൻസ്, നമ്മൾ അടുത്ത ആൾക്ക് കൈമാറുന്നു. ഇങ്ങനെ ഓരോരുത്തർക്ക് കൈമാറി വരുമ്പോഴത്തേക്കും ആരും ചിന്തിക്കുന്നില്ല ഇതൊരു പിടിവാശിയുടെ പുറത്ത് നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ആ തിന്മയെ നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. ആ ഒരു യുക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. അവിടെ തന്നെയാണ് നമുക്ക് എന്ത് പറ്റുന്നത്, നമുക്ക് മരണം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ വഴിതെറ്റി പോകാനുള്ള കാരണമെന്ന് കവി പറയുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ ചിന്തകൾ വഴിതെറ്റി പോകാനുള്ള കാരണം എന്താണ്, നമുക്കുണ്ടാകുന്ന പിടിവാശി എന്തിന്റെയാണ്, സൂപ്പർസ്റ്റിഷ്യസ് ആവട്ടെ, പിന്നെ കസ്റ്റംസ് ആവട്ടെ, നമ്മുടെ വിശ്വാസങ്ങളാവട്ടെ, ബിലീഫ്സുകളാവട്ടെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പിടിവാശി, കൾച്ചറൽ ഡോഗ്മാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു പിടിവാശിയുടെ പുറത്ത് നമ്മൾ ഇരിക്കുകയാണ്. അതിനെ നമ്മുടെ കവി പറയുന്നത് ദ ഡയർലി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്സ്, മൃതമായ ശീലത്തിന്റെ മുരടിച്ച മരുഭൂമിയിലെ മണൽ എന്നാണ് കവി ഇതിനെ പരാമർശിക്കുന്നത്. എന്താണ്? ദ ഡയർലി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്സ്, മൃതമായ ശീലത്തിന്റെ മുരടിച്ച മരുഭൂമി. നമ്മുടെ മൃതമായ ശീലം എന്താണ്, വേണ്ടാത്ത മരണതുല്യമായ വൃത്തികെട്ട ബിലീഫ്സ്, കസ്റ്റം, സൂപ്പർസ്റ്റിഷ്യൻസ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. മൃതമായ ശീലങ്ങളാണ്, എന്ന് വെച്ചാൽ മരിച്ചതിന് തുല്യമായ ശീലങ്ങളാണ്. അത് നമ്മൾ മുരടിച്ച് കിടക്കുകയാണ്. അതെന്തിനെയാണ് തുല്യപ്പെടുത്തുന്നു, നമ്മുടെ മരുഭൂമിയിലെ മണൽ. എന്തിനെങ്കിലും കൊള്ളാമോ മരുഭൂമിയിൽ നമുക്ക് അകപ്പെട്ടാൽ, അല്ലെങ്കിൽ മണൽ തരി, മരുഭൂമിയിലുള്ള മണല് അങ്ങനെ തന്നെ കിടക്കും അല്ലെ, വർഷങ്ങളായിക്കോട്ടെ കാലങ്ങളായിട്ടെ അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ബിലീഫ്സ്, സൂപ്പർസ്റ്റിഷ്യൻസ്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്ന കസ്റ്റംസ്, കൾച്ചറൽ ഡോഗ്മ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൃതമായ ശീലമായിട്ട്, അതായത് മരണതുല്യമായ, നമുക്ക് വൃത്തികെട്ട, നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു പിടിവാശി പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് കവി അങ്ങനെ ഒരു ലൈൻ പ്രയോഗിച്ചിരിക്കുന്നത്. എന്താണ്? ദ ഡിയർലി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്, മൃതമായ
ശീലത്തിന്റെ മുരടിച്ച മരുഭൂമിയിലെ മണൽ എന്ന് കവി പറയുന്നത്? മനസ്സിലായോ? ഇത്രയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് എന്തായാലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആ ടെക്സ്റ്റ് ഇപ്പോൾ PDF ആയിട്ടായിരിക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരും ആ ടെക്സ്റ്റ് നോക്കുക. ചാപ്റ്റർ 12 ആണ്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വിശ്വകവി അല്ലെങ്കിൽ വിശ്വ പോയറ്റ്, അതായത് വിശ്വ റൈറ്റർ, പെയിന്റർ, ഫിലോസഫർ, അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1913 ഗീതാഞ്ജലി നമുക്ക് നോബൽ സമ്മാനം നേടിത്തന്ന ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ഏകദേശം 100ഓളം വോളിയംസ് ഉണ്ട്. അതിൽ 35ാമത്തെ വോളിയത്തിലെ അതായത് 35ാമത്തെ ഒരു കവിത, അതിലുള്ള ഒരു കവിതയാണ് എന്താ പറയുക, മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫയർ എന്ന് പറയുന്ന കവിത. ഇതിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതം, അല്ലെങ്കിൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ എന്താണ് മൈൻഡിൽ വിഷൻ, അദ്ദേഹത്തിന്റെ വിഷനാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതെല്ലാം തുടച്ചു നീക്കിയിട്ട് നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാൻ സഹായിക്കണമേ. ലാസ്റ്റ് അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടെ ദൈവമേ നമുക്ക് സ്വതന്ത്ര്യം കിട്ടിയാലും മാത്രമേ സ്വർഗം ആവത്തുള്ളൂ അല്ലെ. അപ്പോഴാ സ്വാതന്ത്ര്യ തുല്യമായ സ്വർഗം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടെ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു ബഹുലമായ നല്ലൊരു പോയറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പർ രൂപത്തിലോ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട് സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിലോ കമന്റ് രൂപത്തിലോ നോട്ട് സപ്പോർട്ട് ആവശ്യപ്പെടാം. നമുക്ക് ഇപ്പോ TMA ഒക്കെ ഏകദേശം എല്ലാ കുട്ടികളും എഴുതി കാണും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ആരും മടിച്ചു നിൽക്കരുത്. പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് സപ്പോർട്ട്, അതായത് അസൈൻമെന്റ് എഴുതാനുള്ളവർ അസൈൻമെന്റ് എഴുതി എന്ത് ചെയ്യുക, അതാത് സെന്റേഴ്സിനെ ഏൽപ്പിക്കുക, അവരതിനെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം എന്തായാലും പെട്ടെന്ന് തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ, എക്സാമിന്റെ ടൈം ടേബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതെത്തുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നതിൽ പറയാനുള്ളത്. അടുത്ത ഒരു ഇംഗ്ലീഷിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാമിന് മുമ്പ് എല്ലാം തീർക്കേണ്ടതായിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മുടെ റീഗൽ ആക്മി കോളേജിന്റെ ചാനലിലോട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു ഓൺലൈൻ ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.